ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനവുമായിട്ടാണ്. നമ്മളിൽ പലരും താൻ ഒറ്റപ്പെട്ടു പോയെന്നും പലരും പല വിഷമങ്ങളുമായിട്ട് വേദനിക്കുന്നവരാണ്. തനക്ക് പല കുറവുകളും പല പ്രയാസങ്ങളുടെയും നടുവിലൂടെയും മരണത്തിൻ്റെ നിഴൽവീണ താഴവിലൂടെയാണ് നമ്മളൊക്കെ നടക്കുന്നതെങ്കിലും നമ്മുടെ ദൈവത്തിനെ ഒന്ന് കൈപിടിച്ചാൽ മതി. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. പല രോഗത്താൽ നമ്മൾ വേദനിക്കുന്നവരാകും. മരണക്കിടക്കയിൽ കിടക്കുന്നവരുണ്ട്. പല രോഗത്തിൻ്റെ മൂത്ത് ഇനി അവസ്ഥയിൽ വേദനിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്നവരുണ്ട്. നാളത്തേക്ക് എന്തുണ്ടാകും എന്നതിനെക്കുറിച്ച് ആകുലരാകുന്നവരുണ്ട്. അവരോട് എല്ലാം പറയുന്നൊരു വചനമാണ് സങ്കീർത്തനം 23. കർത്താവ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മളെല്ലാ ദിവസവും പറയണം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് നാളെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാതിരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും കുറിച്ച് വിഷമിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം ഈ വചനം ഏറ്റുപറയുക, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊനുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കൂട്ടുകാരെ, ഈ സങ്കീർത്തനം 23-ാം വചനം നമ്മളോട് പല കാര്യങ്ങളും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിനക്കെന്ത് പ്രശ്നമുണ്ടോ അതിനൊന്നിനും ദൈവം നിനക്കൊരു കുറവും വരുത്തില്ല. നിനക്ക് സമ്പത്തിൻ്റെ പ്രശ്നമാണോ, നിനക്ക് സൗന്ദര്യത്തിൻ്റെ പ്രശ്നം, നീ ദൈവത്തിനെ കൂട്ടുപിടിക്കും, നിനക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നീ ഏതെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെയാണോ കടന്നു പോകുന്നത്, ദൈവം പറയുന്നു നിന്നെ പുൽത്തകിടിലൂടെ അവിടെ നിനക്ക് വിശ്രമം വരലും. പ്രശാന്തമായ ജലാശയം, അതായത് ഒത്തിരി നല്ല ജലാശയത്തിലൂടെ അവിടെ നിന്ന് നമ്മളെ നയിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഏതെങ്കിലും പാപത്തിൻ്റെ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ദൈവം തൻ്റെ നീതിയുടെ പാതയിലൂടെ നമ്മളെ നയിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിനെ കൂട്ടുപിടിച്ചാൽ നമ്മൾ ഒരു പാപത്തിലും വീഴയില്ല. അതുപോലെ നമ്മളിപ്പോൾ മരണത്തിൻ്റെ നിഴൽ പലവിധ രോഗങ്ങളാലും മാരക രോഗങ്ങളാലും ക്യാൻസർ അങ്ങനെ പലവിധ രോഗങ്ങളാലും നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ മരണത്തിൻ്റെ നിഴൽ വീണ് താഴോടെ നടക്കുന്നതിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ഊനുവണിയും ദണ്ടും നമുക്ക് ഉറപ്പുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട. അതുപോലെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാം. പല ശത്രുക്കളും നമുക്കെതിരെ വിജയം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഈ വചനത്തിലൂടെ ദൈവം നമുക്കൊരു ഉറപ്പ് തരികയാണ്, എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. നീ ആരുടെ